ആരാണ് ഇയാളുടെ പേരിൽ ഇത്ര കടമുണ്ടാക്കിയത്? ഒന്നെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഏതോ ഒരു കല്യാണത്തിൽ നിന്ന് കയറി വന്ന കടമായിരിക്കും, അല്ല എങ്കിൽ പിന്നെ വീട് വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കടമായിരിക്കും, അതുമല്ല എങ്കിൽ സംഭവിക്കുക ഏതെങ്കിലും ബിസിനസ് പൊട്ടിയതുമായി ബന്ധപ്പെട്ട കടമായിരിക്കും. ഓക്കെ, ബിസിനസ് എന്നുള്ളത് അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് കണ്ടെത്തിയൊരു അത് ഫെയിലായി പോയി എന്നെങ്കിൽ പറയും. മറ്റ് രണ്ടും സൊസൈറ്റി കൊടുക്കുന്ന വലിയ എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള ഒരു സ്ട്രോക്കാണത്. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയെ ഇല്ലാണ്ടാക്കുന്നത് അയാളുടെ ചുറ്റും ജീവിച്ച കുറേ ആളുകൾ ചേർന്നിട്ട് അയാളെ പെരും കടത്തിലേക്ക് തള്ളിയിട്ട്, ആ കടം എന്നുള്ളത് ഓക്കെ, കടം വീട്ടാൻ വേണ്ടിയിട്ട് ആര് സ്വത്ത് എന്നുള്ള ഇമ്പാക്റ്റിലല്ല, അയാളുടെ ജീവിതം ആലോചിച്ച് നോക്കുക. ആ കടം ഉണ്ടായത് മുതൽ അയാൾ മരിക്കുന്നവരെയും അയാളുടെ തലയിൽ ഈ കടത്തെക്കുറിച്ചിട്ടുള്ള ബോധവും സ്ട്രെസ്സും ഉണ്ടാവില്ലേ? അയാൾ സ്ഥിരമായി ദുആ ചെയ്യുന്നത് എന്തായിരിക്കും? എൻ്റെ കടം വീട്ടണമെന്നായിരിക്കില്ലേ? അപ്പോൾ അത്രക്കും അയാളുടെ മനസ്സിനെ പിരിമുറുക്കം സൃഷ്ടിക്കുന്ന ഒരു വലിയ കാര്യം സൊസൈറ്റിയിലുള്ള കൾച്ചർ കാരണം കയറി വരുന്നു എന്നത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള, നമ്മൾ ഇനിയും അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട് എന്നത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ള ഒരു സ്ഥിതിയായിട്ട് തോന്നുന്നു.